أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أما بعد بسم الله ما شاء الله 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 كان وما لم يشأ لم يكن ولا حول ولا قوة إلا بالله العلي العظيم أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إنا أعطيناك الكوثر فصل لربك وانحر إن شانئك هو الأبتر قال رسول الله صلى الله عليه وسلم مجلس العلم روضة من رياض الجنة يا ربي بالمصطفى بلغ مقاصدنا واغفر لنا أمام الله يا واسع الكرم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا أمام الله يا واسع الكرم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا أمام الله يا واسع الكرم അകതാരിൽ സ്വപ്നം വിടരും റഹുല തന്നീലുറങ്ങും പ്രവാചകരേ അകതാരിൽ സ്വപ്നം വിടരും റഹുല തന്നീലുറങ്ങും പ്രവാചകരേ മദീനത്തെ മാട പിറാവുകളെ പാറിപ്പറക്കും മിനഹാരനീലേ അകതാരിൽ സ്വപ്നം വിടരും റഹുല തന്നീലുറങ്ങും പ്രവാചകരേ. ഏറ്റവും ബഹുമാന ആദരവുകൾ നിറഞ്ഞ ഈ മഹനീയമാകുന്ന കുമ്പള കോയിപ്പാടി കടപ്പുറം ഡിഫായിയ ജുമാ മസ്ജിദ് സലാത്ത് കമ്മിറ്റിയുടെ ആമുഖ്യത്തിൽ നടക്കുന്ന സലാത്ത് വാർഷികവും മതപ്രഭാഷണ സദസ്സിന്റെയും രണ്ടാമത്തെ ദിവസം എത്തിച്ചേർന്ന പ്രിയപ്പെട്ട സയ്യിദന്മാർ, ഉസ്താദന്മാർ, മുഅല്ലിമീങ്ങൾ, മുതഅല്ലിമീങ്ങൾ, ഈ പള്ളിയുടെ പരിപാലകർ, രക്ഷിതാക്കൾ, നാട്ടുകാർ, ഉമ്മ പെങ്ങന്മാർ, മക്കൾ, ഈ മദ്രസയിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ, അല്ലാഹു നമ്മുടെ ഒരുമിച്ച് കൂടൽ കബൂലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. നാളെ അതെല്ലാം ജന്നാത്തുൽ ഫിർദൗസിൽ കടക്കുവാൻ കാരണമാകുന്ന മജ്ലിസായി നാഥൻ നസീബാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളിൽ നിന്ന് മൺമറഞ്ഞു പോയി നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ ഉസ്താദന്മാർ, സ്നേഹിച്ചവർ, സഹായിച്ചവർ, സഹകരിച്ചവർ പലരും ഇന്ന് ആറടി മണ്ണിന്റെ ഉള്ളിലുള്ളറയിലാണ്. അല്ലാഹുവേ, അവരുടെ മണ്ണറ നീ മണിയറയാക്കി കൊടുക്കണേ അല്ലാഹ്. ഇവിടെ പറയുന്നതും കേൾക്കുന്നതുമാകുന്ന സർവ്വകാര്യങ്ങളും നീ പരിപൂർണമായി സ്വീകരിക്കണേ അല്ലാഹ് ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അൽഹംദുലില്ലാ,
കുമ്പള കോയിപ്പാടി കടപ്പുറം റിഫായിയ ജുമാ മസ്ജിദിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഒരു മഹനീയമാകുന്ന ഇൽമിന്റെ സദസ്സാണ്. ആദരവാകുന്ന പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ഭൂമിയിലെ രണ്ട് സ്വർഗമുണ്ടെന്ന്. അതിലൊന്നാമത്തെ സ്വർഗമായി ലോകത്തിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഭൂമിയിൽ ഒന്നാമത്തെ സ്വർഗം എന്ന് പറയുന്നത്, അതിന്റെ പ്രിയപ്പെട്ടവരെ, മദീനയിൽ ഒരു പ്രത്യേക സ്ഥലമുണ്ട്. അവിടെ ചെന്ന് ആരെങ്കിലും ഒരാൾ ഇരുന്ന് കഴിഞ്ഞാൽ അത് ഭൂമിയിൽ ഒന്നാമത്തെ സ്വർഗമാണെന്ന് ഹബീബിന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാൽ ഭൂമിയിലെ രണ്ടാമത്തെ സ്വർഗം എന്ന് പറയുന്നത് മജ്ലിസുൽ ഇൽമി റൗളത്തും മിൻ റിയാദിൽ ജന്ന, അറിവ് ചർച്ച ചെയ്യുന്ന വേദി, ഇൽമു ചർച്ച ചെയ്യുന്ന വേദി, വഅല് നടത്തുന്ന വേദി, ഇൽമു പറഞ്ഞു കൊടുക്കുന്ന വേദി, അത് ചർച്ച ചെയ്യണ വേദി, അത് മജ്ലിസുൽ ഇൽമി റൗളത്തും മിൻ റിയാദിൽ ജന്ന, അത് സ്വർഗമാണ്, സ്വർഗത്തിന്റെ മജ്ലിസാണെന്ന് ഹബീബിന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോ ഞാനും നിങ്ങളും എല്ലാം നമ്മുടെ ജീവിതത്തിൽ ആഗ്രഹിക്കുന്നത് സ്വർഗം എന്ന് പറയുന്ന ഏറ്റവും വലിയ പ്രതിഫലം കരഗതമാക്കാനാ. കണ്ണിന്റെ മുമ്പിൽ സ്വർഗം കണ്ടിട്ട് കയറിയിരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അവരെക്കാൾ ഒരധഭാഗ്യവാനും എന്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ഈ കുമ്പള ഈ കോയിപ്പാടി കടപ്പുറത്തുണ്ടാകൂല. അപ്പൊ ഇൻഷാ അല്ലാഹ് ആ പുറത്ത് നിൽക്കണവര്, ആരെങ്കിലും ഒക്കെ വീടിന്റെ പരിസരത്തൊക്കെ നിൽക്കണവരുണ്ടെങ്കിൽ നമ്മുടെ ഈ സദസ്സിലേക്ക് ആത്മാർത്ഥമായി കയറിയിരിക്കുക. അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ, അല്ലാഹു റാഹത്തിലേക്ക് അനുഗ്രഹിക്കുമാറാവട്ടെ. ഇവിടെ ഇരിക്കുന്നതിന് പകരം അല്ലാഹു യഥാർത്ഥ സ്വർഗം അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. തുടങ്ങുന്നതിന് മുമ്പ് എല്ലാവരും ഒന്ന് എണ്ണീക്കോ, ബുദ്ധിമുട്ടില്ലല്ലേ? എല്ലാവരും എണ്ണീക്കോ ഇൻഷാ അല്ലാഹ്. എന്നിട്ട് ആ പുറകിൽ ഇരിക്കണവര് മുമ്പിൽ കാണുന്ന കസേരയിലേക്ക് എന്താ കയറിയിരിക്കുക. ഒന്ന് അടുത്തടുത്തിരുന്നാല് അല്ലെ, അടുത്തിരുന്നാല് ആ സ്നേഹം കൂടുവന്ന. അപ്പൊ ഇൻഷാ അല്ലാഹ് എല്ലാവരും ഒന്ന് ആ നടുക്കെന്ത് വേണ്ട, വിടവ് വേണ്ട, എല്ലാവരും ഇൻഷാ അല്ലാഹ് അടുപ്പിച്ചിരുന്നാൽ അൽഹംദുലില്ലാഹ് സന്തോഷം. അല്ലാഹു കബൂലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ, അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ, അല്ലാഹു റാഹത്തിലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരു 3 സ്വലാത്തിലിട്ട് എല്ലാവരും ഇരുന്നു ഇൻഷാ അല്ലാഹ്. സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലാ മുഹമ്മദ്, اللهم صل على محمد يا رب صل عليه وسلم. അള്ളാഹു പടച്ച തമ്പുരാൻ നമ്മൾ ചൊല്ലിയ സ്വലാത്തും നമ്മൾ ചൊല്ലിയ എല്ലാ മദ്ഹുകളും അള്ളാഹു ആ മദീനത്തേക്ക് എത്തിച്ചു കൊടുക്കുമാറാവട്ടെ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അൽഹംദുലില്ലാഹ് ഒരുപാട് പേര് അൽഹംദുലില്ലാഹ് നമ്മുടെ ഈ സദസ്സിലുണ്ട്. അതുപോലെ നമ്മുടെ സഹോദരിമാരുടെ ഭാഗത്തൊക്കെ ഉണ്ട്. അള്ളാഹു കേൾക്കാനും പഠിക്കാനും നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും നാഥൻ സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ, സ്വീകരിക്കുമാറാവട്ടെ. സ്വർഗം എന്ന് പറയുന്ന ഒരു മനോഹരമാകുന്ന വിഷയമാണ്. ഇന്നിപ്പോ എല്ലാവരും നോമ്പൊക്കെ പിടിച്ച് ക്ഷീണിച്ചിരിക്കുമായിരിക്കും അല്ലേ? നോമ്പുള്ളവരുണ്ടാകും, നോമ്പില്ലാത്തവരുണ്ടാകും. അള്ളാഹു പിടിച്ച നോമ്പെല്ലാം അള്ളാഹു പരിപൂർണമായി കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ, സ്വീകരിക്കുമാറാവട്ടെ. ഇന്നലെ ഇത്തിരി നേരത്തെ തുടങ്ങിയായിരുന്നു അല്ലേ? ഇന്നലെ 9:20 ആയപ്പോൾ വാഴ തുടങ്ങി. പക്ഷെ ഇന്ന് ഇത്തിരി താമസിച്ചു. ഞാൻ തന്നെ കാരണക്കാരൻ, വേറെ ആരില്ല. കാരണം ഇന്ന് അവിടെ BC റോഡിൽ ചെറിയൊരു പരിപാടി ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ 8 മണിയായി. 8 മണിക്ക് അവിടെ നിന്ന് വിട്ട് 1 മണിക്കൂർ കൊണ്ട് ഓടി ഇവിടെ എത്തിയതാണ്. അപ്പോൾ അൽഹംദുലില്ലാഹ് അള്ളാഹു നമ്മുടെ സദസ്സെല്ലാം അള്ളാഹു കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ, റാഹത്തിലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. ഞാൻ പറഞ്ഞു, എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമാണ് സ്വർഗം. എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലെ ഏറ്റവും വലിയ അഭിലാഷമാണ് സ്വർഗം എന്ന് പറയുന്നത്. നിങ്ങളുടെ ഈ മഹനീയമാകുന്ന റിഫായിയ ജുമാ മസ്ജിദ് എന്ന് പറയുന്ന ഈ പള്ളിയില് നിങ്ങളെല്ലാവരും വന്നുകൊണ്ട് നമസ്കരിക്കുന്നത് ഒരേ ഒരു ആഗ്രഹം വെച്ചുകൊണ്ട്, അള്ളാഹുവേ സ്വർഗം എന്ന് പറയുന്ന ഏറ്റവും വലിയ പ്രതിഫലം ഞങ്ങൾക്ക് നീ തരണേ അല്ലാ. ഇവിടെ വന്ന് ഞാൻ വഅല് പറയുന്നത്, ഇവിടെ വന്ന് നിങ്ങൾ വഅല് കേൾക്കണത്, ഇന്നലെയും നാളെയും ഒക്കെ വഅല് പറയാൻ വരുന്ന ഉസ്താദന്മാരെല്ലാം ഇവിടെ വന്ന് നസീഹത്ത് നടത്തുന്നത്, നമ്മുടെ ഉസ്താദ് ഈ പള്ളിയിൽ സേവനം ചെയ്യുന്നത് ഒറ്റ ആഗ്രഹം കൊണ്ട്, അള്ളാഹുവേ ഇവിടെ സേവനം ചെയ്യുന്നതിന് പകരം നീ സ്വർഗം നൽകണേ അല്ലാ, ആ സ്വർഗത്തിലേക്ക് നീ കടത്തണേ അല്ലാ. ഇവിടെ ഉസ്താദന്മാര് വരുമ്പോ നിങ്ങൾ അവർക്ക് ഭക്ഷണം കൊടുക്കുന്നത്, അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യുന്നത്, ദീനിന്റെ കാര്യങ്ങൾക്ക് പൈസ കൊടുക്കുന്നത്, കടലിൽ പോയി ജോലി ചെയ്തിട്ട് എന്റെ പ്രിയപ്പെട്ടവരെ തിരിച്ചു വരുമ്പോ നിങ്ങൾക്ക് കിട്ടുന്ന വരുമാനത്തിൽ നിന്നൊരു വിഹിതം അള്ളാഹുവിന്റെ പടച്ചവന്റെ പള്ളിയിലേക്ക് കൊടുക്കുന്നത്, അള്ളാഹുവേ ഇതിന് പകരം നീ സ്വർഗം തരണേ അല്ലാ, സ്വർഗം തരണേ അല്ലാ, നരകം നീ ഹറാമാക്കണേ അല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് ദുആ ചെയ്തിട്ടാ.
എന്നാൽ ലോകത്തിന്റെ പ്രവാചകനാകുന്ന നബി തങ്ങൾ പറഞ്ഞു, നിങ്ങൾ സ്വർഗത്തിന് വേണ്ടി മാത്രം ദുആ ചെയ്താലും പോരാ. നബി തങ്ങൾ പറഞ്ഞു, സ്വർഗത്തിന് വേണ്ടി മാത്രം നിങ്ങൾ ദുആ ചെയ്താലും പോരാ. ആയിരക്കണക്കാന സഹാബത്തിനോട് നബി തങ്ങൾ പറഞ്ഞു, നിങ്ങൾ സ്വർഗത്തിന് വേണ്ടി ദുആ ചെയ്യുമ്പോ അതിൽ ഉന്നതമാകുന്ന ഒരു സ്വർഗത്തിന് വേണ്ടി ദുആ ചെയ്യണമെന്ന് ഹബീബിന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ സ്വർഗത്തിനെ പറ്റി പഠിക്കാൻ പോവാ, ആ സ്വർഗത്തിലേക്ക് കടക്കുന്ന അവകാശികളെ പറ്റി പഠിക്കാൻ പോവാ. അല്ലാഹുവേ, ഞങ്ങൾ ഇവിടെ പറയുന്ന സ്വർഗത്തിന്റെ എല്ലാവിധ പ്രതിഫലങ്ങളും ഞങ്ങളുടെ ജീവിതത്തിൽ നൽകണേ അല്ലാ. മൺമറഞ്ഞു പോയ ഞങ്ങളുടെ കുടുംബാദികൾ, മാതാപിതാക്കൾ, ഉസ്താദന്മാര്, അവർക്ക് നീ ആ സ്വർഗത്തിൽ കടക്കാനുള്ള സൗഭാഗ്യം നൽകണേ അല്ലാ. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങളൊക്കെ ദുആ ചെയ്യുമ്പോൾ വെറും ഒരു സ്വർഗത്തിന് വേണ്ടി ദുആ ചെയ്താൽ പോരാ. മുത്ത് നബി പറഞ്ഞു ഈ സ്വർഗത്തിന് വേണ്ടി ദുആ ചെയ്യണമെന്ന് ഹബീബിന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പോരാ, സലാത്തിന്റെ ഒരു വീര്യം പോരാ. ഞാൻ പറഞ്ഞു ഇതൊരു കടപ്പുറമാണ് അല്ലെ ഉസ്താദെ. കടപ്പുറം പ്രദേശം ഏകദേശം 90% ആളുകളും കടലിൽ പോയി ജീവിക്കണവരാ. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഇവിടെ അധീക ഭാഗത്ത് വാളിന് വന്നപ്പോഴും അതും കടപ്പുറ. കഴിഞ്ഞ ദിവസം ഇവിടെ പെരുവാട് കടപ്പുറത്ത് വന്നു, അതും കടപ്പുറ. അപ്പൊ ഞാൻ പറയണത്, എന്റെ വാപ്പയും ഒരു മത്സ്യത്തൊഴിലാളി ആയതുകൊണ്ട് എനിക്ക് നിങ്ങളിൽ ഒരുവനായിട്ടാണ് ഞാൻ നിൽക്കണേ. കാരണം നിങ്ങളുടെ വേദനകളും യാതനകളും സങ്കടങ്ങളും. ഇപ്പൊ മീനുണ്ടോ? ഇപ്പൊ മീനുണ്ടോ? മീനില്ല. എല്ലാവരും പ്രതിസന്ധിയില്ല. അപ്പൊ അൽഹംദുലില്ലാഹ് ഇന്ന് നോമ്പൊക്കെ പിടിച്ച് നമ്മൾ ഇരിക്കുക. അവസാനം നമുക്ക് കണ്ണ് നിറഞ്ഞ് നമുക്ക് ദുആ ചെയ്യണം. അല്ലാഹുവേ, ഞങ്ങളുടെ മത്സ്യത്തിലൊക്കെ നീ ബറക്കത്ത് നൽകണേ അല്ലാ. ഞങ്ങളുടെ വള്ളത്തിലും മലയിലും എല്ലാം നീ ബറക്കത്ത് നൽകി അനുഗ്രഹിക്കണേ അല്ലാ. സ്വീകരിക്കണേ അല്ലാ, കബൂലാക്കണേ അല്ലാ. അപ്പൊ ഞാൻ നിങ്ങളോട് പറയണത്, എന്റെ പ്രിയപ്പെട്ടവരെ, മുത്തുനബിയുടെ പേര് കേൾക്കുമ്പോൾ ആവേശത്തോടെ സലാത്ത് ചെല്ലണം. ഇപ്പൊ നിങ്ങളൊക്കെ കടലിൽ പോയി മീൻ പിടിച്ചിട്ട് ഈ വലയിൽ ഇങ്ങനെ മീൻ കയറ്റും അല്ലെ? വലയില് ഇങ്ങനെ മീൻ കയറ്റും. മീൻ ഇങ്ങനെ കയറ്റുന്ന സമയത്ത് നിങ്ങളൊക്കെ മുത്തുനബിയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലിയിട്ട് മീൻ കയറ്റണവരാ. ചിലര് സിനിമാ പാട്ട് പാടും, അത് വേറെ. ഞാൻ പറയണത്, ചില ആളുകളൊക്കെ സ്വലാത്ത് ചൊല്ലിയിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ മദ്ഹ് പാട്ടുകൾ പാടിയിട്ട് ഈ മീന് വലയിൽ കയറ്റി കെട്ടി നമ്മുടെ വള്ളത്തിലേക്ക് കയറ്റണവരാ. അപ്പോ ഞാൻ പറയണത്, നിങ്ങൾ ഒരിക്കലും മുത്തുനബിയുടെ പേര് കേൾക്കുമ്പോൾ സ്വലാത്ത് ചെല്ലാതിരിക്കാൻ പാടില്ല. ഞാൻ 6 കൊല്ലം പഠിച്ചത് കോഴിക്കോട് ചാലിയത്ത. എനിക്ക് ഭക്ഷണം തന്നത് 6 കൊല്ലം കടലിൽ പോയി ജോലി എടുക്കണം പാവങ്ങളാ. അപ്പൊ അവരൊക്കെ പറയണത് കാണാം, അവിടെയൊക്കെ നബിദിനവും മൗലിദൊക്കെ വരുമ്പോൾ ആവേശത്തോടെയാണ് അവിടുത്തെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ സലാത്ത് ചെല്ലണത്, നബിതങ്ങളുടെ പേരിൽ മദ്ഹ് പാടുന്നത്. അപ്പൊ ഇൻഷാ അല്ലാഹ് നിങ്ങളോട് പറയണത് ഒറ്റ കാര്യമുള്ളൂ, നബിതങ്ങളുടെ പേര് പറയുമ്പോൾ ആവേശത്തോടെ, ഇഖ്ലാസോടെ, അദബോടെ, തഖ്വയോടെ ആ മദീനത്തേക്ക് സലാത്ത് ചെല്ലണം. അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു കബൂലാക്കട്ടെ. മുത്തു നബി പറഞ്ഞു, ഈ ഒരു സ്വർഗത്തിന് വേണ്ടി ദുആ ചെയ്യണം. ഏത് സ്വർഗമാ? ആദരവാകുന്ന പ്രവാചകനാകുന്ന നബിതങ്ങളതാ കടന്നു വരികയാ. എന്നിട്ടതാ പറയുകയാ, സഹാബാ, നിങ്ങളെല്ലാവരും സ്വർഗത്തിന് വേണ്ടി ദുആ ചെയ്യുന്നവരാ. എന്നാൽ ലോകത്തിന്റെ പ്രവാചകനതാ പറയുകയാ, സ്വർഗത്തിന് വേണ്ടി ദുആ ചെയ്താല് പോരാ. സ്വർഗത്തിന് വേണ്ടി ദുആ ചെയ്താല് പോരാ. ലോകത്തിന്റെ പ്രവാചകനതാ ആയിരക്കണക്കാന സഹാബത്തിനോട് പറഞ്ഞു കൊടുക്കുകയാ, ഇന്ന ഫിൽ ജന്നതി മിഅതി ദറജാ വഅലാഹാ ജന്നാത്തുൽ ഫിർദൗസ്. ലോകത്തിന്റെ പ്രവാചകനതാ പറയുകയാ, സ്വർഗങ്ങളുടെ പ്രതിഫലങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ പദവിയിൽ ലഭിക്കുന്ന ജന്നാത്തുൽ ഫിർദൗസിന് വേണ്ടിയിട്ട് ദുആ ചെയ്യേണ്ടതാ. ആദരവാകുന്ന പ്രവാചകനതാ പറയുകയാ, സ്വർഗത്തിന് വേണ്ടി ദുആ ചെയ്യുമ്പോ ജന്നാത്തുൽ ഫിർദൗസിന് വേണ്ടിയിട്ട് എന്നെ നിറഞ്ഞിരിക്കുന്ന കോയിപ്പാടി കടപ്പുറങ്കാര് ദുആ ചെയ്യേണ്ടതാ. ആദരവാകുന്ന പ്രവാചകനതാ പറഞ്ഞു കൊടുക്കുമ്പോ പടച്ചവനെ, സ്വഹാബത്തതാ കടന്നു വരികയാ. സ്വഹാബത്തതാ ചോദിക്കുകയാ, യാ റസൂലല്ലാഹ്, ജന്നാത്തുൽ ഫിർദൗസ് എന്ന് പറയുന്ന ഏറ്റവും വലിയ പ്രതിഫലമുണ്ടല്ലോ, ലഭിക്കുന്നതാർക്കാ? ലോകത്തിന്റെ പ്രവാചകനതാ പറയുകയാ, പ്രവാചകന്മാര് കടക്കുന്നതാ, അമ്പിയാക്കള് കടക്കുന്നതാ, നബിമാര് കടക്കുന്നതാ, സ്വാതികരാകുന്ന ഉലമാക്കള് കടക്കുന്നതാ, സ്വാതികരാകുന്ന ഉമറാക്കള് കടക്കുന്നതാ, ഔലിയാക്കന്മാര് കടക്കുന്നതാ. സഹാബത്തതാ ചോദിക്കുകയാ, സ്വർഗമെന്ന് പറയുന്നു, ജന്നാത്തുൽ ഫിർദൗസ് എന്ന് പറയുന്നു, ഏറ്റവും വലിയ പ്രതിഫലം ലഭിക്കണമെങ്കിൽ എന്തെല്ലാം ഗുണങ്ങൾ വേണം നബിയേ? ഗുണങ്ങൾ വേണം റസൂലേ. ആദരവാകുന്ന പ്രവാചകനതാ പറയുകയാ, 4 കാര്യങ്ങള്, 4 ഗുണങ്ങള്, 4
സ്വഭാവങ്ങള് ആരുടെ ഒരാളുടെയെങ്കിലും ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ സ്വർഗമെന്ന് പറയുന്ന പ്രതിഫലമുണ്ടല്ലോ, ജന്നാത്തുൽ ഫിർദൗസ് എന്ന് പറയുന്ന പ്രതിഫലമുണ്ടല്ലോ, അല്ലാഹു തരുന്നതാ, അല്ലാഹു തരുന്നതാ. പരിശുദ്ധമാക്കപ്പെട്ട നോമ്പ് പിടിച്ചിട്ട്, നോമ്പ് തുറന്നിട്ട്, ഇശാ നിസ്കരിച്ചിട്ട് വഅലിന്റെ സദസ്സിലേക്ക് കടന്നു വന്നവരെ നിങ്ങളോട് ഞാൻ പറയുകയാ, റസൂലുള്ളാഹി ഓർമ്മപ്പെടുത്തുകയാ, പറയുകയാ, ചിന്തിപ്പിക്കുകയാ. ജന്നാത്തുൽ ഫിർദൗസ് എന്ന് പറയുന്ന ഏറ്റവും വലിയ പ്രതിഫലം വേണോ, ഏറ്റവും വലിയ സ്ഥാനം വേണോ, ഏറ്റവും വലിയ പദവി വേണോ, അതിനുണ്ടല്ലോ ഈ പറയുന്ന 4 കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് റസൂലുള്ളാഹിയുടെ കൈ പിടിച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് കടക്കാൻ കഴിയുന്നതാ. പടച്ചവനെ, നിറഞ്ഞിരിക്കുന്ന പാവങ്ങൾക്ക് അതിനുള്ള സൗഭാഗ്യങ്ങൾ കൊടുക്കണേ അല്ലാ, കബൂലാക്കണേ അല്ലാ, റാഹത്തിലാക്കണേ അല്ലാ. അതുകൊണ്ട് പറയാ, മുത്തുനബി തങ്ങൾ പറഞ്ഞു, സ്വർഗത്തിന് വേണ്ടി നിങ്ങൾ ദുആ ചെയ്താൽ പോരാ, ജന്നാത്തുൽ ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗത്തിന് വേണ്ടി ദുആ ചെയ്യണമെന്ന് ഹബീബിന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ, ഈ നിറഞ്ഞിരിക്കുന്ന 100 കണക്കാന പാവങ്ങൾക്ക് ആ ജന്നാത്തുൽ ഫിർദൗസ് കൊടുത്ത് അനുഗ്രഹിക്കണേ അല്ലാ, സ്വീകരിക്കണേ അല്ലാ. സഹാബത്ത് ചോദിച്ചു, നബിയേ, ജന്നാത്തുൽ ഫിർദൗസ് ലഭിക്കാൻ ഞങ്ങളുടെ ജീവിതത്തിൽ എന്തെല്ലാം ഗുണങ്ങള് മുത്തുനബിയെ കൊണ്ടുവരണം? അള്ളാന്റെ റസൂല് പറഞ്ഞു, 4 കാര്യങ്ങൾ ആരാണോ അവരുടെ ജീവിതത്തിൽ കൊണ്ടുവരണത് അവർ ഇൻഷാ അല്ലാഹ് ജന്നാത്തുൽ ഫിർദൗസിൽ കടക്കുമെന്ന് ഹബീബിന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ, അങ്ങനെ മരിച്ചുകൊണ്ട് ജന്നാത്തുൽ ഫിർദൗസിൽ കടക്കാൻ ഞങ്ങൾക്ക് നീ സൗഭാഗ്യം നൽകണേ അല്ലാ, സ്വീകരിക്കണേ അല്ലാ, റാഹത്തിലാക്കണേ അല്ലാ. അപ്പൊ നമ്മുടെ ചെറുപ്പക്കാരൊക്കെ പല കാര്യങ്ങളും നമ്മുടെ നാട്ടിൽ ചെയ്യാനുണ്ട്. പ്രേമിക്കണവരുണ്ട്, കള്ളു കുടിക്കണവരുണ്ട്, ഹറാമുകൾ ചെയ്യണവരുണ്ട്, തിന്മകൾ ചെയ്യുന്നവരുണ്ട്. ഞാൻ നിങ്ങളോട് പറയാ, അതൊന്നും ചെയ്തിട്ടൊന്നും കിട്ടാനില്ല. അതിനൊക്കെ അള്ളാഹുവിന്റെ ഖബറിലും നാളെ നരകത്തിലുമൊക്കെ പടച്ചവന്റെ ശിക്ഷ എന്റെ പ്രിയപ്പെട്ടവരെ ലഭിക്കേണ്ടി വരും. അള്ളാഹു കാത്തിരിക്കട്ടെ. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സ്വർഗ്ഗം ലഭിക്കണമെങ്കിൽ 4 കാര്യങ്ങൾ ചെയ്യണമെന്ന് ഹബീബിന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു ഞങ്ങൾക്ക് പഠിക്കാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും നാദാ നീ സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കണേ അല്ലാ. കിടക്കുമല്ലേ, സ്വർഗത്തിലേക്ക് പോവല്ലേ? എല്ലാവർക്കും സംശയം, ഉസ്താദെ പോവോ ഉസ്താദെ? എന്താ പറയണേ? പോകൂ ഉസ്താദെ. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് ഇവിടെ ലഭിച്ച ഭാര്യയെ നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ വേണ്ടവരുണ്ടെങ്കിൽ എന്ന് കൈവയ്ക്കവ ആരില്ല? നിങ്ങൾ അടച്ചവനെ നോക്കി, നിങ്ങൾ കോയിപ്പാടി എന്ന് പറയണ കടപ്പുറത്ത് നിങ്ങൾക്ക് ലഭിച്ച ഭാര്യയെ നാളെ സ്വർഗത്തിൽ വേണ്ടവരുണ്ടെങ്കിൽ എന്ന് കൈവയ്ക്കവ ആരില്ല? കുറച്ച് പേര് മാത്രം. അല്ലാഹു ഈമാൻ നൽകട്ടെ, അല്ലാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടെ കർണാടകയിൽ പുരുഷരക്കട്ടെ എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അവിടെ വഅള് പറയുമ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് ഇവിടെ ലഭിച്ച ഭാര്യയെ നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ വേണ്ടവരെ കൈവക്കാൻ? ഒരാളും കൈവക്കിയില്ല. അപ്പൊ ഞാൻ ഓർത്തു ഇനി എന്റെ ഭാഷ മനസ്സിലാകാനിട്ടാകും. ഞാൻ വീണ്ടും ചോദിച്ചു, ആരെങ്കിലും ഉണ്ടെങ്കിൽ കൈവക്കാൻ? ഒരാളും കൈവക്കണില്ല. ഞാൻ അവസാനം ആംഗ്യത്തിലൊക്കെ കാണിച്ചിട്ട്, ചങ്ങാതി ഇവിടെ കെട്ടിയ ഭാര്യ നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ വേണ്ടവര് കൈവക്കാൻ പറഞ്ഞു. അപ്പോഴും ആരും കൈവക്കിയില്ല. 4ാമത്തെ തവണ ചോദിച്ചപ്പോ പള്ളിയുടെ പ്രസിഡന്റ് സെക്രട്ടറി ആരാണ്ട ഇവിടെ സ്റ്റേജിൽ ഇരുന്ന ആളാ എന്റെ ചെവിയിൽ വന്നിട്ട് പറയും, ഉസ്താദെ ഇവിടെയോ സ്വസ്ഥതയില്ല, നാളെ ഇനി അവിടെയും കൂടി വേണ്ട ഉസ്താദെ എന്ന് പറയുമ്പോ ഞാൻ പറയാ, അവിടെ അങ്ങനല്ലപ്പാ, എല്ലാ സുഖങ്ങളും ആ സ്വർഗത്തിൽ കിട്ടും. അവിടെ എല്ലാ മാധുര്യവും നമുക്ക് ആ സ്വർഗത്തിൽ കിട്ടും. അല്ലാഹുവേ, ആ ജന്നാത്തുൽ ഫിർദൗസ് ഞങ്ങൾക്ക് ലഭിക്കാൻ നീ സൗഭാഗ്യം നൽകണേ അല്ലാ, സ്വീകരിക്കണേ അല്ലാ, കബൂലാക്കണേ അല്ലാ. ഇൻഷാ അല്ലാ 4 കാര്യങ്ങൾ ചെയ്തൂടെ? ഈ 4 കാര്യങ്ങൾ ചെയ്യുന്നവരാരാ? അവർ ഇൻഷാ അല്ലാഹ് മരിച്ചു കഴിഞ്ഞ് നരകത്തിൽ പോകൂല, സ്വർഗത്തിൽ പോകും. അതും സ്വർഗത്തിലെ ഏറ്റവും വലിയ പദവിയാകുന്ന ജന്നാത്തുൽ ഫിർദൗസിലേക്ക് കടക്കുമെന്ന് ഹബീബിനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ, ഈ നിറഞ്ഞിരിക്കണ പാവപ്പെട്ട സഹോദര സഹോദരിമാർക്ക് അതിനുള്ള സൗഭാഗ്യം നൽകണേ അല്ലാ, സ്വീകരിക്കണേ അല്ലാ. ഒന്ന് ആദരവാകുന്ന പ്രവാചകൻ അതാ പറയുകയാ, സഹാബാ, മനോഹരമാകുന്ന സ്വർഗത്തിന്റെ വേദി കിടന്നിട്ട് നീ നിന്റെ വീട്ടിലേക്ക് അതാ കടന്നു ചെല്ലുമ്പോ വിളിക്കാതെ വരുന്ന അതിഥിയാരാ? സയ്യിദുനാ അസ്റായീൽ അലൈഹിസ്സലാം. അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഉണ്ടല്ലോ, കടന്നു വരികയാ. അസ്റായീൽ കടന്നു വരുന്ന രൂപം എങ്ങനാ? അസ്റായീൽ കടന്നു വരുന്ന
രംഗമങ്ങനാ, അസ്റായീൽ കടന്നു വരുന്ന കോലമങ്ങനാ. റസൂലുള്ള പറയുകയാ, റസൂലുള്ള എഴുതുകയാ, നമസ്കരിച്ചവരാണോ, നോമ്പ് പിടിച്ചവരാണോ, സക്കാത്ത് കൊടുത്തവരാണോ, നന്മകൾ ചെയ്തവരാണോ, ഹജ്ജുകൾ ചെയ്തവരാണോ, ഉംറകൾ ചെയ്തവരാണോ, നന്മകൾ ചെയ്തവരാണോ, പള്ളിക്ക് വേണ്ടി സദഖ കൊടുത്തവരാണോ, വഅലുകൾ നടത്തിയവരാണോ, വഅലുകൾ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നവരാണോ? എന്നാൽ അസ്റായീൽ കടന്നു വരുന്ന രൂപമെങ്ങനാ? മുഖമെല്ലാം പ്രകാശിച്ചുകൊണ്ട് കടന്നു വരികയാ. സുഗന്ധമെന്റെ പ്രിയമുള്ളവരെ പരത്തിക്കൊണ്ട് അസ്റായീൽ കടന്നു വരികയാ. എന്നാൽ നമസ്കരിക്കാതെ, നോമ്പ് പിടിക്കാതെ, സക്കാത്ത് കൊടുക്കാതെ, നന്മ ചെയ്യാതെ, ഹജ്ജ് ചെയ്യാതെ, കള്ളു കുടിച്ചുകൊണ്ട്, പെണ്ണു പിടിച്ചുകൊണ്ട്, ഹറാമുകൾ ചെയ്തുകൊണ്ട് ഓടുന്നവരാണോ, നടക്കുന്നവരാണോ, എഴയുന്നവരാണോ? അസ്റായീൽ കടന്നു വരുന്ന രൂപമെങ്ങനാ? മുഖമെല്ലാം കറുത്തിരണ്ടുകൊണ്ട് കടന്നു വരികയാ. ദുർഗന്ധമെന്റെ പ്രിയമുള്ളവരെ പരത്തിക്കൊണ്ട് അസ്റായീൽ കടന്നു വരികയാ. അസ്റായീൽ കടന്നു വന്ന് റൂഹ് പിടിച്ചാൽ ഞാനും നിങ്ങളുമുണ്ടല്ലോ, കരയുകയാ, വേദനിക്കുകയാ, സഹിക്കുകയാ. ആദരവാകുന്ന പ്രവാചകനതാ പറയുകയാ, അസ്റായീൽ റൂഹ് പിടിച്ചു കഴിഞ്ഞാൽ എന്റെയും നിങ്ങളുടെയും മയ്യത്തുണ്ടല്ലോ, പടച്ചവനെ പള്ളിക്കാട്ടിലേക്ക് കൊണ്ടു ചെല്ലുകയാ. അവിടെ നിന്ന് പടച്ചവന്റെ പരലോകത്തേക്ക് കൊണ്ടു ചെല്ലുകയാ. അവിടെ അതാ പടച്ചവനുണ്ടല്ലോ, ഹിസാബ് ചെയ്യുകയാ, ചോദ്യം ചോദിക്കുകയാ. നിന്നെ അതാ വിയർപ്പിൽ മുങ്ങിക്കുളിക്കുകയാ, നീ അതാ കരയുകയാ. അല്ലാഹുവോട് ചോദിക്കുകയാ, സ്വർഗമാണോ, നരകമാണോ, ഹൗദുൽ കൗസറാണോ, നന്മയുടെ പ്രതിഫലങ്ങളാണോ, തിന്മയുടെ പ്രതിഫലമാണോ എന്ന് പറഞ്ഞുകൊണ്ട് ചോദിക്കുമ്പോ അല്ലാഹു അതാ രണ്ട് വിഭാഗങ്ങളാക്കുകയാ. സ്വർഗത്തിലേക്ക് കടത്തിവിടുകയാ, നരകത്തിലേക്ക് കടത്തിവിടുകയോ? അല്ലാഹു പടച്ച തമ്പുരാൻ സ്വർഗമെന്ന് പറയുന്ന പ്രതിഫലം എന്റെ പ്രിയമുള്ളവരെ തരണമെങ്കിൽ അല്ലാഹുവിന്റെ ഖുർആന പറയുകയാ, ഇന്നഹും കാനൂ യുസാരിഊന ഫിൽ ഖൈറാത്ത്. ആരെങ്കിലും ഒരാൾ നന്മ ചെയ്താൽ, ആരെങ്കിലും ഒരാൾ നന്മ ചെയ്താൽ, ആരെങ്കിലും ഒരാൾ നന്മ ചെയ്താൽ അവനുണ്ടല്ലോ സ്വർഗത്തിലേക്ക് കടക്കുന്നതാ, സ്വർഗത്തിലേക്ക് കടക്കുന്നതാ. ആദരവാകുന്ന പ്രവാചകനതാ പറയുകയാ, ഒരാൾ വഅ്ള് കേൾക്കുകയോ, വഅ്ള് കേട്ട് ജീവിതത്തിലേക്ക് പ്രാവർത്തികമാക്കിയാൽ, ജീവിതത്തിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ് അവനതാ ജന്നാത്തുൽ ഫിർദൗസിലേക്ക് കടക്കുന്നതാ. അതുകൊണ്ട് പ്രിയമുള്ളവരോട് പറയുകയാ, വഅ്ള് കേട്ട് വെറുതെ പോയാൽ പോരാ, വഅ്ള് കേട്ട് വെറുതെ പോയാൽ പോരാ, അതുണ്ടല്ലോ ജീവിതത്തിലേക്ക് കൊണ്ടുവരേണ്ടതാ. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ ഖുർആനതാ പറയുന്നത്, ഇന്നഹും കാനൂ യുസാരിഊന ഫിൽ ഖൈറാത്ത്. ഒരു നന്മയുണ്ടല്ലോ, ആരെങ്കിലും ഒരാൾ അവന്റെ ജീവിതത്തിലേക്ക് എന്നെ പ്രിയമുള്ളവരെ കൊണ്ടുവന്നാൽ അവനതാ ജന്നാത്തുൽ ഫിർദൗസിലേക്ക് കടക്കുന്നതാ, പ്രവേശിക്കുന്നതാ. അതിനുള്ള സൗഭാഗ്യങ്ങൾ തരണേ അല്ലാ, കബൂലാക്കണേ അല്ലാ. ഇബ്രാഹിം നബിയുടെ ചരിത്രം എന്നെ പ്രിയമുള്ളവരെ അറിയുമോ? ഇബ്രാഹിം നബിക്ക് 80 വയസ്സ് പൂർത്തിയാകുകയോ? ഇബ്രാഹിം നബിയുടെ ചാരത്തേക്ക് എന്നെ പ്രിയമുള്ളവരെ ഒരു അശരീരിയത കടന്നു വരികയാ. ഏതെന്നറിയോ? ഏതെന്നറിയോ? ഇബ്രാഹിം നബിയുടെ ചാരത്തേക്കതാ ഒരു അശരീരി കടന്നു വന്നിട്ട് ഇബ്രാഹിം നബിയോട് പറയുകയാ, നിങ്ങളതാ മാർക്കം ചെയ്യേണ്ടതാ, നിങ്ങളുണ്ടല്ലോ സുന്നത്ത് കല്യാണം ചെയ്യേണ്ടതാ. ഇബ്രാഹിം നബി അതാ പറയുകയാ, അറിയൂല അല്ലാ, അറിയൂല അല്ലാ. ഇബ്രാഹിം നബി എന്റെ പ്രിയമുള്ളവരെ കയ്യിലിരിക്കുന്ന പിക്കാസ് എടുക്കുകയാ, ഇബ്രാഹിം നബിയുടെ ഗുഹ്യഭാഗമുണ്ടല്ലോ മുറിച്ച് കളയുകയാ.
ചോരയുണ്ടല്ലോ കടന്നു വരികയാ. ഇബ്രാഹിം നബി അതാ വേദന കൊണ്ട് കരയുമ്പോ ജിബ്രീൽ കടന്നു വരികയോ. ഇബ്രാഹിം നബിയോട് ചോദിക്കുകയാ, ഇബ്രാഹിം നബിയേ എന്തിനാണ് ചെയ്തത് നബിയേ? അല്ലാഹുവിന്റെ സവിധത്തിൽ നിന്ന് ഒരു അശരീരി കടന്നു വരുമ്പോ ഒന്ന് വെയിറ്റ് ചെയ്തൂടെ നബിയേ? ഇബ്രാഹിം നബി അതാ പറയുകയാ, സമയമില്ല. അള്ളയൊരു നന്മ ചെയ്യാൻ പറഞ്ഞാൽ അതെന്റെ ജീവിതത്തിലേക്ക് ചെയ്യേണ്ട കടമയാണല്ലോ, എന്റെ ജീവിതത്തിലേക്ക് ചെയ്യേണ്ട കടപ്പാടാണല്ലോ. അതുകൊണ്ട് പറയുകയാ, ആരെങ്കിലും ഒരാൾ അവന്റെ ജീവിതത്തിലേക്ക് നന്മകൾ ചെയ്താൽ അൽഹംദുലില്ലാഹ് അവനിക്കാണ് ജന്നാത്തുൽ ഫിർദൗസ് ലഭിക്കുന്ന ഒന്നാമത്തെ വിഭാഗമെന്ന് ഹബീബുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആരെങ്കിലും ഒരാൾ അവന്റെ ജീവിതത്തിലേക്ക് ഒരു നന്മ ചെയ്താൽ അവരാണ് എന്റെ പ്രിയപ്പെട്ടവരെ ജന്നാത്തുൽ ഫിർദൗസിലേക്ക് കടക്കണതെന്ന് ഹബീബുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു വഅദ് കേട്ടു, ഒരു ഇൽമു കേട്ടു. നമ്മുടെ ഉസ്താദ് നമ്മുടെ റിഫായിയ പള്ളിക്കകത്ത് വഅദ് നടത്തുമ്പോ, ക്ലാസ് നടത്തുമ്പോ, പെണ്ണുങ്ങൾക്ക് ഖുർആൻ ക്ലാസ് എടുക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, ആരെങ്കിലും ഒരാൾ അൽഹംദുലില്ലാ ആ പറയുന്ന ഇൽമുകൾ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നാൽ, ഒരറിവ് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നാൽ, പ്രാവർത്തികമാക്കിയാൽ അവർക്കാണ് ജന്നാത്തുൽ ഫിർദൗസ് എന്ന ഹബീബിന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ വെറുതെ വന്ന് വഅദ് കേട്ടാൽ പോരാ, വെറുതെ വന്ന് വഅദ് കേട്ടാൽ പോരാ. ഞാൻ പറയണത് ഈ വഅദിൽ പറയുന്ന കാര്യങ്ങൾ മുഴുവനും നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയണം. അല്ലാഹുവിനെ സ്വീകരിക്കണേ റഹ്മാനെ, കബൂലാക്കണേ റഹ്മാനെ, റാഹത്തിലാക്കണേ റഹ്മാനെ. എത്രയോ നന്മകള് നമുക്കിന്ന് പഠിക്കാൻ കഴിയും, എത്രയോ അറിവുകള് നമുക്ക് എന്റെ പ്രിയപ്പെട്ടവരെ പഠിക്കാൻ കഴിയും. മുത്തുനബി പറഞ്ഞു, ചൈനയിൽ പോയിട്ടാണെങ്കിലും നിങ്ങൾ അറിവ് പഠിക്കണമെന്ന് പറഞ്ഞു. ചൈനയിൽ പോയിട്ടാണെങ്കിലും നിങ്ങൾ അറിവ് പഠിക്കണമെന്ന് പറഞ്ഞു. ഇന്ന് ചൈനയിൽ പോകണ്ട, നിങ്ങൾക്ക് ഇന്ന് കോയിപ്പാടി കടപ്പുറത്ത് പോയി വഅദ് കേൾക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് വീട്ടിലിരുന്ന് യൂട്യൂബിലൂടെ വഅദ് കേൾക്കാൻ പറ്റുന്ന കാലഘട്ടമാണ്. അല്ലാഹുവേ, ആ ഇൽമ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് പഠിക്കാൻ നീ സൗഭാഗ്യം നൽകണേ അല്ലാ, കബൂലാക്കണേ അല്ലാ. അങ്ങനെ പഠിച്ചാൽ ജന്നാത്തുൽ ഫിർദൗസിലേക്ക് നമുക്ക് കടക്കാൻ കഴിയും. അല്ലാഹു നീ സ്വീകരിക്കുക റഹ്മാനെ, ആ സ്വർഗ്ഗം നീ നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. പിന്നൊരു കാര്യം കൂടി പറയാ,